സമരാജ്ഞി ഇൻക്വിലാബ് സിന്ദാബാദ് ഇൻക്വിലാബ് സിന്ദാബാദ്. ഇനി അത് പറയുമ്പോൾ ഞാൻ തുറന്ന് പറയും, പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് സ്വഭാവ വഴിക്ക് ഉള്ളതുകൊണ്ട് കുറച്ച് പേർക്ക് എന്നോട് ദേഷ്യവും ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, ഈ ജിയോളജി എന്നുള്ള അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് 1971 അതിനുമുമ്പ് ഞാൻ കാറ്റുമാ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പായിരുന്നു. എനിക്ക് 83% സബ്ജക്ട്സ് ഉണ്ടായി. അന്ന് മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയതാണ്. ഞാൻ പോയില്ല. കാരണം നേരത്തെ ഇവിടെ നമ്മുടെ സുധീർ പറഞ്ഞു അദ്ദേഹത്തെ IAS ആകണം ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ എനിക്ക് സിനിമയിൽ സംവിധായകനാണെന്ന് ഞാൻ എഴുതിയിട്ട് പോകുന്ന ആളാണ്. എനിക്കത് ആയേ പറ്റും. അത് ആകണമെന്നുണ്ടെങ്കിൽ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം. അതിന് ഡിഗ്രി വേണം. എൻ്റെ പ്രാധാന്യം ഡിഗ്രിക്ക് അത് മാത്രമേ ഉള്ളൂ. വേറൊന്നും ഞാൻ താല്പര്യം കാണിക്കുന്നില്ല. പക്ഷേ ഫാറ്റിമ കോളേജിൽ പോയി ചേർന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ കുട്ടികളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളുടെയൊക്കെ ബാഹുല്യം കണ്ടപ്പോൾ എനിക്കൊരു ഇളക്കം വന്ന് ഞാൻ പെട്ടെന്നൊരു വിപ്ലവ ചിന്താഗതിക്കാരനായി. ഫാറ്റിമ കോളേജിലെ പ്രയർ സോങ്, അതിൽ ക്രൈസ്തവ സമുദായത്തിൻ്റെ ഓവർഡോസ് ഉണ്ട്, അതൊന്ന് കുറയ്ക്കണമെന്ന് പറഞ്ഞ് ഞാനൊരു ചെറിയൊരു മൂവ്മെൻ്റൊക്കെ നടത്തി. ഒരു വിവരമില്ലായ്മയാണ്. എന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ താല്പര്യം. പക്ഷേ അത് ബിഷപ്പ് ശ്രദ്ധിച്ചു നന്നായിട്ട്. അപ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ചുറ്റുവട്ടത്തുള്ള വീട്ടുകാർക്കെല്ലാം മെമ്മോ വരുന്നു, എനിക്ക് മാത്രം വരുന്നില്ല. അപ്പോൾ രാത്രിയിൽ എൻ്റെ അച്ഛൻ അമ്മയോടുത്ത് പറയുന്നത് കേട്ടു, വെടി അങ്ങേരുടെ മോക്കും മോനും ഒക്കെ വന്നാൽ 7th ക്ലാസ്സിൽ വരുന്നു, എൻ്റെ മോന് ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനുമായിട്ട് എന്താ അവിടുന്ന് വരാത്തൊന്ന് അന്വേഷിക്കാൻ പറയാൻ ചെന്നപ്പോഴാണ് ഫാദർ റൊസാറിയോ പറയുന്നത്, മോനെ നിനക്ക് ഒരു കാരണവശാലും ഇവിടെ അഡ്മിഷൻ തരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ബിഷപ്പിൻ്റെ റിമാർക്കാണ്. ഈ സമയം കളയേണ്ടതിന് ആകെ ഒരു വർഷം നഷ്ടപ്പെടണമെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു യൂണിവേഴ്സിറ്റി കോളേജ് അങ്ങോട്ട് വിടാമെന്ന് ഞാൻ അടുത്ത ട്രെയിനിന് കയറി ലാൻഡ് ചെയ്തു. എനിക്ക് മറക്കാൻ പറ്റാത്ത ആളുകൾ പറയാൻ പോകാം. ഞാൻ ഇത് ചെയ്യും. ലാസ്റ്റ് ഡേ ആണ്. ഞാൻ വന്ന പ്രിൻസിപ്പലിനോ അന്ന് പ്രിൻസിപ്പലായിട്ട് സൂര്യനാരായണ ഇതൊക്കെ മരിച്ചുപോയി. ഒരു വിദ്യാർത്ഥിയുടെ അവസ്ഥ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു സന്നിഗ്ധാവസ്ഥ ഞാൻ നേരിടുന്നതാണ്. എനിക്ക് ഡിഗ്രി മാത്രം കിട്ടിയാൽ മതി. ഇനി ചോയ്സാണ് എങ്ങനെ ഉഴപ്പി രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ എനിക്ക് കണക്ക് പറ്റത്തില്ല. മാത്സ് ഞാനുമായിട്ട് പണ്ടേ ഡൈവോഴ്സ് ചെയ്തതാണ്. വരപ്പും പറ്റത്തില്ല. ബോട്ടണി സോളജി എടുത്ത വരച്ച് നശിക്കും. അപ്പോൾ ഇതില്ലാത്ത രീതിയിൽ എന്തൊരു മാർഗം നോക്കിയപ്പോൾ അവിടെ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പലിൻ്റെ മുറിയുടെ വാതിക്കൽ ഒരു അറ്റൻഡർ നിൽക്കണം. അദ്ദേഹം ഇപ്പോൾ എത്രയും വെച്ച് കാണുമ്പോൾ എൻ്റെ മുഖത്തെ കൺഫ്യൂഷൻ കണ്ട് ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ കുഞ്ഞെ പ്രശ്നം? ഞാൻ എനിക്കൊരു ആശയക്കുഴപ്പമാണ്. കുഞ്ഞിനിപ്പോൾ എന്തോ വേണ്ടേ? എൻ്റെ മാർഗദർശനം നൽകുന്ന ആളും എൻ്റെ മുമ്പിൽ അവതരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും കുഴപ്പമില്ല. ഫിസിക്സും കെമിസ്ട്രിയും സബ്സിഡറി ആയിട്ട് വരുന്ന ഒരു പ്രധാന വിഷയം ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ, ജിയോളജി ഉണ്ടല്ലോ. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചാൽ മതി. അപ്പം ഞാൻ ഏറ്റു. എനിക്ക് കുഴപ്പമാണുള്ളതായിരുന്നു. അത് വേറെ ഒന്നുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ജിയോളജി എന്ന് അത് വിഷയം എടുക്കുമ്പോൾ എനിക്ക് എന്താണ് ഈ സാധനം എന്ന് അറിഞ്ഞുകൂടാ. ഇൻ്റർവ്യൂവിന് ഞാൻ ചെന്നിരിക്കുമ്പോൾ രാമചന്ദ്രൻ സാറുമുണ്ട്, സൂര്യനാരായണ സാറുണ്ട്. എന്നെ അത്ഭുത ശിശുവിനെ പോലെ കാണുന്നത്. കാരണം പറയാൻ വിഷമമുണ്ട്. നിങ്ങൾ എന്തിന് ജിയോളജി എന്നാണ് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഐ വോണ്ട് ടു സ്റ്റഡി ദ സയൻസ് ഓഫ് എർത്ത്. പീപ്പിൾസ് ഓഫ് ദ പീപ്പിൾ ഐ യു നോട്ട് ലാബറേറ്റ് വൈ ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ജിയോളജി. അവർക്ക് മനസ്സിലായി, ശരിയല്ല എന്ന് മനസ്സിലായി. പക്ഷേ എനിക്ക് അഡ്മിഷൻ തന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി അന്നത്തെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്, വെരി സോറി ടു സേ, ഇറ്റ് വാസ് എൻ അസൈലം ഫോർ ഡ്രോപ്പ് ഔട്ട്സ്. ബാക്കി ഒരു വിഷയത്തെയും ഗതി പിടിക്കാത്ത സംബന്ധിച്ചായി തൂക്കിയെടുത്ത് ജിയോളജി ഗുണം കിട്ടും. ഞങ്ങൾ 12 പേരെ ഡിപ്പാർട്ട്മെൻറ്റ്, അതിലൊരാളാണ് ഞാൻ. അന്നത്തെ ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു രാമേന്ദ്രൻ സാർ. എനിക്ക് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുമ്പോൾ ആകെ ഓർമ്മിക്കാനുള്ളത് രാമേന്ദ്രൻ സാർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ മാൻ ഓൾവേസ് ഇൻ വൈറ്റ് ആൻഡ് വൈറ്റ് വിത്ത് എ സ്മൈൽ ഓൺ ഹിസ് ഫേസ്. കൃഷ്ണനായർ സാർ എന്ന് പറയാൻ കൃഷ്ണനായർ സാർ വാസ് സ്മെല്ലിങ് സിഗരറ്റ്സ്. ഇതാ ഓർമ്മ. ഭയങ്കര പുകവലിക്കാരനായിരുന്നു. കറുത്ത ചുണ്ടുകളും ഒക്കെ ഓർമ്മയുണ്ട്. രാമശർമ്മ സാറുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. ഈ 3 പേരെയാണ് എനിക്ക് പരിചയം. പിന്നെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരാൾ അവിടെ അറ്റൻഡറായിട്ടുണ്ടായിരുന്നു, കേശവനാഥൻ്റെ ഓർമ്മ. അദ്ദേഹം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു ശിവശങ്കരനുണ്ടായിരുന്നു. ഇത്രയും ചേരുമ്പോൾ ഞങ്ങൾ ജിയോളജിയോ. പക്ഷേ ഇതിനകത്ത് ഞാൻ കയറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്,
എന്നെ ശരിക്കും അത് അറ്റൻഡർ ചതിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് വരയും കൂടി എല്ലാം ഉണ്ട് ഇതിനകത്ത്. പലേൻ്റോളജി, പെട്രോളജി, സ്ട്രാറ്റിഗ്രാഫി, മാപ്പിങ്, ഇത് വേണ്ട. ഞാൻ വെള്ളം കുടിച്ചു. പക്ഷേ ആ സമയത്ത് ഞാൻ യൂണിവേഴ്സിറ്റികളെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് ഞാൻ ഈ കോളേജിൻ്റെ ചെയർമാനാകുന്നു. ആ പൊളിറ്റിക്കൽ ഗ്ലാമറിൽ ഒരുപാട് പേര് സഹായിച്ചതുകൊണ്ട് സമയത്ത് റെക്കോർഡൊക്കെ തീർത്ത് വെച്ച് ഐ കെയിം ഔട്ട് വിത്ത് റോയൽ തേർഡ് ക്ലാസ് ഇൻ ജിയോളജി. തേർഡ് ക്ലാസ് കൊണ്ട് അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. അന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ഒരു ഗ്രാജുവേറ്റായി. എന്നാൽ പിന്നീട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയതുമില്ല. ഞാൻ പിന്നെ വേറെ വഴിക്ക് വന്നിട്ട് എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയായിരുന്നു. അപ്പോൾ ഇത്രയും മനോഹരമായ ഓർമ്മകൾ ഈ യൂണിവേഴ്സിറ്റിയിലെ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്കുണ്ട്. അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, കൂടെ പഠിച്ച ഒരു രാമസ്വാമി എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയസ്, അദ്ദേഹം ഉണ്ടെന്നുള്ള ഒരു സുഹൃത്തുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്റ്റഡി ടൂറിനൊക്കെ പോകുമ്പോൾ ഇവർ ഈ ഓരോ സ്റ്റോണൊക്കെ എടുത്ത് സ്ട്രീക്കൊക്കെ എടുത്ത് പറയുമ്പോൾ എനിക്ക് എന്ത് വട്ടം എന്തോന്ന് വരച്ച് നോക്കുന്നു, എല്ലാം ഒരേ ഇരിക്കത്തില്ല. ഒരയ്ക്കുക പിച്ച് കമന്ന് കിടന്ന് എഴുതുകയാണ്. ഇത് എനിക്കൊന്നും എഴുതാനും ഇല്ല. ആ കേശവനാരാണ് എന്നെ സഹായിച്ചത് പ്രാക്ടിക്കലിനൊക്കെ. കുഞ്ഞ് അങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ തട്ടിക്കൂട്ടിയൊക്കെ എഴുതി ജസ്റ്റ് പാസ് എന്ന് പറയുന്നാൽ അതാണ് സത്യം. പക്ഷെ അന്ന് ഞാൻ തോറ്റിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റികളുടെ ചെയർമാൻ അടുത്ത വർഷം അവിടെ തണ്ടണം. കാരണം വേറെ കാസർഗോഡേ ഉള്ളൂ ഈ സാധനം, വേറെ ഇവിടെ അടുത്തെങ്കിലും ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലായിരുന്നു. ആ മാന്യത സൂക്ഷിച്ച് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷേ എനിക്ക് ഇഫക്റ്റാൾ കഴിഞ്ഞിട്ട് ഞാൻ 2 തവണ, ഒരു തവണ ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ചിക്കാഗോയിൽ വെച്ച് കുറേ സയൻറ്റിസ്റ്റുകൾ വന്നു. ഞാനാണ് ജിയോളജി ആണെന്നറിഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ കൊണ്ടുപോയ സംഭവമാണ്. അവിടെ പിന്നെ ഞാൻ സാമ്പാറിൻ്റെ അവിയലിൻ്റെയൊക്കെ ചെയ്തതിനെ പറ്റിയൊക്കെ പറഞ്ഞാൽ ഹാപ്പിയൊക്കെ വിട്ടു. പിന്നെ ഒരാൾക്കൂടെ അബദ്ധം പറ്റി. അത് ഞാൻ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പട്ടത്ത് എന്നെ കൊണ്ടങ്ങ് ഇരുത്തി. എനിക്കറിയാവുന്ന ഒറ്റ വിഷയം അതാണെന്നുള്ളത് എനിക്ക് മാത്രമല്ല വരുന്നുള്ളൂ. എനിക്കും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഇന്ത്യയിലെ മരവിച്ചു പോയ ദാമ്പത്യ ബന്ധം വരെ ഭർത്താവും ഭാര്യയും ബന്ധമില്ലാന്ന് പറയുന്നത് പോലെ ഞാനും ജിയോളജിയായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷേ അത് ഇവിടെ പഠനം ശരിയില്ലെങ്കിലും സത്യാവസ്ഥ പറയണമല്ലോ. പക്ഷേ ജിയോളജി എനിക്ക് നൽകിയ ഒരു എന്താ പറയണ്ടേ സുഖപ്രദമായ കാര്യം, ഞാൻ മലയും കീഴിൽ ഫാം വാങ്ങിച്ചപ്പോൾ ഒരു 8 ഏക്കർ പുരയിടം വാങ്ങിച്ചു പോയത് വെള്ളത്തിന് സാധ്യതയില്ലെന്ന് പറഞ്ഞപ്പോഴെടുത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെടാൻ പോയി. ഞാൻ ചെന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തായിരുന്നു എൻ്റെ ഇൻചാർജ്. അദ്ദേഹം വന്ന അവിടെ ഒരു ബോർവെൽ സ്കീമിൻ്റെ പേരിൽ ഒരു കിണർ കുഴിച്ച് ഫെയിൽഡ് വെൽ സ്കീമിൻ്റെ പേരിൽ എഴുതി എനിക്ക് ഫ്രീ ആയിട്ട് തന്നേച്ചു പോയി. അതൊരു ലാഭമായി. പിന്നെ ഡ്രിങ്കിങ് വാട്ടറാണ് ഞാൻ വളരെ ഉപയോഗിച്ചത്. പിന്നെ അവിടെ ഞാൻ നോക്കിയപ്പോൾ നമ്മളെ കിണർ കുഴിച്ചു, ആകെയുള്ള ബന്ധം വിത്ത് വാട്ടർ, കുഴൽക്കിണർ കുഴിച്ചു, കുളവും കുഴിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് 30 രൂപ കുളവും കുഴിച്ച് വെള്ളത്തിൻ്റെ റിച്ച്നെസ് കൊണ്ട് ആ വെള്ളത്തെ ഗംഭീരമാക്കിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയുക കർഷകശ്രീ അവാർഡ് കിട്ടിയത്. അപ്പോൾ അതാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ആലോചിച്ചത്, യൂണിവേഴ്സിറ്റി കോളേജിൽ പോകുമ്പോൾ ഒരു നല്ല മൂടൊക്കെ വരും, ആ ക്ലാസ് റൂം കാണുമ്പോൾ എൻ്റെ പഴയ ചിന്തകൾ. ഇത് ഞാൻ പഠിച്ച ജിയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഈ ഫിസിക്സ്, അന്ന് ഫിസിക്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സഞ്ജീവ് ബാബു ആയിരുന്നു എൻ്റെ ക്രിസ്റ്റലോഗ്രാഫി റെക്കോർഡ് മൊത്തം വരച്ചത്. അപ്പോൾ എനിക്ക് ഈ ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും മറക്കാൻ പറ്റില്ല. രാഷ്ട്രീയമായ മുതലെടുപ്പായിരുന്നു. ഞാൻ വന്നു കയറിയിരുന്നപ്പോൾ ഓഡിയൻസ് ശുഷ്കിച്ചിരിക്കുകയായിരുന്നു. അതിലെനിക്കൊരു പ്രയാസമുണ്ട്. കാരണം ഞങ്ങളെപ്പോലുള്ള സിനിമാക്കാർ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ കാണുമ്പോൾ ഞാൻ സിനിമ തിയേറ്ററിലെ ബാൽക്കണിയായിട്ട് കാണണം. എനിക്കല്ലാതെ ക്ലാസ് റൂമായിട്ട് കാണാൻ പറ്റുന്നില്ല. ആൾ കുറവാണ്. ഒന്നില്ല, എന്ത് പറ്റി? അങ്ങനെ നോക്കിയാൽ പറയും എൻ്റെ ഊഴം വന്നപ്പം നിറഞ്ഞു. അപ്പം സന്തോഷമായി. കാരണം നമുക്കെല്ലാം ഹൗസ്ഫുള്ളായിട്ട് കാണാനാണ് ഇഷ്ടം ജീവിതത്തിൽ. സിനിമയായാലും രാഷ്ട്രീയമായാലും ഹൗസ്ഫുൾ ആണെങ്കിൽ മാത്രമേ ജീവിതം ജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നും ആ ഹൗസ്ഫുൾ ഒരു ഓഡിയൻസിനെ എനിക്ക് യൂണിവേഴ്സിറ്റിയിലെ ഈ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സമ്മാനിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങേയുടെ സന്തോഷം. ഇനി അടുത്തൊരു കോമഡിയോട് പറഞ്ഞ് നിർത്താം. യൂണിവേഴ്സിറ്റി കടയിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഭാര്യയോട് ചോദിച്ചു എന്തും അവിടെ പോയി പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ വിഷയതരത്തിലൊന്നും ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എന്നോട് ആരും ഇത് പ്രസംഗിച്ചോട് തുണ്ടുകൊടുക്കുന്നില്ല. തുണ്ടുകൊണ്ട് തരുമല്ലോ, നിർത്തിയാൽ കൊള്ളാം. കൊടുത്താലും നിർത്താത്ത ആൾക്കാരുണ്ട്. തിരക്കാണെന്നാണ് പറയുന്നത്. പറയുന്നത് എന്നാലും ഞാൻ 2 വാക്ക് കൂടെ പറയാൻ നോക്കി 2 മണിക്കൂർ സംസാരിച്ച് നിർത്തുള്ളൂ അല്ലേ. അത് വേറെ. ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യം പറയണമെന്നുണ്ട്, ഇത് നോക്കട്ടെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ മാൻ പ്രപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറയുന്ന പോലെ എനിക്ക് എപ്പോഴും മുൻവിധി കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളെ ഏർപ്പാട് ചെയ്ത ഇദ്ദേഹത്തിൻ്റെ യാദൃശ്യമായ ഫോണിൽ കൂടെ വിളിച്ച ജിയോളജി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വികാരം കൊണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. ഇതിനുവേണ്ടി മാത്രം വന്നതാണ്. എൻ്റെ നാളെ പോകണ്ട, ഇനി ഉച്ചയ്ക്ക് ഞാൻ തിരിച്ച് എറണാകുളത്തേക്ക് പോകണം. ജിയോളജിയോട് എനിക്കൊരു വൈകാരികമായ അടുപ്പമുണ്ട്. അപ്പം ഞാൻ കരുതി എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ പ്ലാൻ ചെയ്ത് ഇന്നലെ ഞാൻ നാട്ടിൽ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞത് എവിടെയാണ് മീറ്റിംഗ് ഞാൻ ചോദിച്ചില്ല. അപ്പോഴാണ് പറഞ്ഞത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ എൻ്റെ പഴയ ഓർമ്മ ഇതിന് മുമ്പിൽ കൂടെ ഞാൻ കൈ ഉയർത്തിപ്പിടിച്ച് ആരുണ്ടോ ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന ഫ്ലാഷ് ബാക്കുകൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ജനകീയനായ ചെയർമാനായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ചെയർമാനായി ജയിച്ചതിന് രാഷ്ട്രീയം പറയല്ല,
1974 ഞാൻ ജയിച്ചതിന് ശേഷം പിന്നെ എനിക്കിതേ ഒരു കക്ഷി ഇതുവരെ വന്ന് ജയിച്ചിട്ടില്ല ഇവിടെ ചെയർമാനായിട്ട്. ഞാൻ കുത്തിയ കൂടിയുടെ പറയാൻ വാങ്ങി നിൽക്കുന്നത്. ഞാൻ പിന്നെ ആ കൂടിയുടെ പറയാൻ പാത്തോട് ഞാൻ പുറകോട്ട് പോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ചെറിയൊരു അഭിമാനം തോന്നി. അപ്പോൾ ഞാനൊരു പഴയ ഒരു ചെയർമാൻ്റെ ഒരു ഗമയിലൊക്കെ ഒന്ന് പോയിട്ട് എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് മീറ്റിംഗ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഫിസിക്സോ, ഞാൻ അതൊരു വലിയ കെട്ടിടമാണല്ലോ, അപ്പോൾ അവിടെ പടികളുണ്ടില്ലേ? എത്ര പടിയുണ്ട്? അപ്പോൾ ഈ പുള്ളി എണ്ണി പറഞ്ഞു ഒരു 30 കാണുമെന്ന് പറഞ്ഞു. ദൈവമേ, ഞാനപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് അടുത്ത കാലത്ത് മുട്ടിനൊരു പ്രശ്നമുണ്ട്. ലിഗമെൻറ്റ് സ്ട്രെയിൻഡായി. ഇടത് കാലിൻ്റെ ലിഗമെൻറ്റ് ഇപ്പോൾ വളരെ ഈസിയായി ചെയ്യാം. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എന്നോട് ഡോക്ടർ അഡ്വൈസ് ചെയ്തത് ഫോർ എ പീരീഡ് ട്രൈ നോട്ട് ടു ക്ലൈം സ്റ്റെയർകേസ്. ഞാൻ ട്രീറ്റ്മെൻറ്റില്ല, കാല് സൂക്ഷിച്ച് ചെയ്യണം. ഇതായി. അപ്പോൾ നോക്കിയപ്പോൾ 40 പടി കയറണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വിഷയം സംസാരിക്കുകയും വേണം. അത്യാഗ്രഹം കൂടുന്നു. കാലിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി ഞാൻ ബോധവാനാണ്. അപ്പോൾ എനിക്കത് പ്രശ്നമായി. ഞാൻ ആലോചിച്ചു. അദ്ദേഹം പറഞ്ഞു ഈ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇന്നസെൻറ്റ്, എക്സ്പ്ലനേഷൻ ഇസ് ഡേഞ്ചറസ് പറയും. നമ്മളൊരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കിയത് വേറെ ഉദ്ദേശം കൊണ്ടല്ല കേട്ടോ, പറയാൻ പോലും. അപ്പോഴാണ് അപകടം വന്നത്. ചുമ്മാ നോക്കിയിട്ടുണ്ടെങ്കിൽ പോയാൽ കുഴപ്പമില്ല. വർണ്ണിക്കാൻ നിൽക്കും. അത് തന്നെ അല്ലയോ ഇതെന്ന് വർണ്ണിത്ത് ആശങ്ക ഉൾപ്രേക്ഷാന്ന് പറഞ്ഞ് ആരംഭിക്കും. കുഴപ്പം. അപ്പോൾ ഞാൻ കരുതി ഈ പ്രശ്നം പുള്ളി ഉടനെ ഒരു മാർഗം. പുള്ളി ഇന്നലെ പുള്ളിയുടെ സുഹൃത്തുവിനെ കണ്ടപ്പോൾ സാർ വിഷമിക്കേണ്ട, എൻ്റെ മാന്യത സൂക്ഷിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ബാധ്യതയാണ്. നമുക്ക് കൈകാര്യം ചെയ്യാം വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ മാൻ പവർ ഉണ്ട് നമ്മുടെ കയ്യിൽ. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ ഒരു കസേരയും എടുക്കാം. എടുത്ത് സാറിനെ തിരുത്തിയിട്ട് ഇരുചെവിയേറിയാതെ സാറിനെ ആകാശത്തോടെ പൊക്കിയെടുത്തുകൊണ്ടുവന്നു. അല്ല, ഹീ ഇൻ ഫാക്ട് ട്രൈ ടു ഹെൽപ്പ് മീ. ഐ എം റിയലി താങ്ക്ഫുൾ ടു ഹിസ് കൺസേൺ ഫോർ മീ. ഞാൻ എഴുത്തുകാരനാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ഭ്രാന്ത് എനിക്ക് കാണുമല്ലോ. രാത്രി അസ്കറ്റിലെ ചാപ്പാടെ കഴിച്ച് കിടന്ന് കാലാട്ടി കിടന്നപ്പോൾ ഞാൻ ചുമ്മാ ഈ സീരിക്കൊന്ന് ആലോചിച്ചു. രാവിലെ കുളിച്ച് വൃത്തിയായിട്ട് എല്ലാവരെയും കാണിച്ച് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച്. അപ്പോൾ അത് അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കൂടെ പറഞ്ഞില്ല വെച്ചിരിക്കുന്നത്. എൻ്റെ ഈ പ്രസംഗം വൃത്തിയായിട്ട് എടുത്തു തരണം. കാരണം ഞാൻ എങ്ങും പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ അത് എങ്ങും ഇടരുത്. ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് കേട്ടോ. അതിൻ്റെ റൈറ്റ് എനിക്കുള്ളതാണ്. ഞാൻ നോക്കാൻ നേരം അവിടെ പോയി വായിക്കേണ്ട ഇത് തരരുത്. അപ്പോൾ അദ്ദേഹം ആ ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇറക്കി വെച്ച് കസേരയ്ക്ക് തിരുത്തി അപ്പുറം ഇപ്പുറം അംഗരക്ഷയിൽ നിന്ന് പൊക്കി ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രംഗം വന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച് കിട്ടുകയാണെങ്കിൽ ഒരു റെക്കോർഡായി ചരിത്രത്തിൽ ഉണ്ടാകുന്നു. അപ്പോൾ ആരുണ്ട് ഇവിടെ ചോദിക്കാനെന്ന് ചോദിച്ച് 1974 ചോദിച്ച ബാലേന്ദ്രമേനോൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് താഴെ ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പത്രക്കാരെ കയ്യാ സ്വന്തം അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. ഇദ്ദേഹം കരുതി ഞാൻ കള്ളം പറഞ്ഞതല്ല, പ്രാണഭയം കൊണ്ട് ഞാൻ ചാടിക്കറി പോകുന്നതാണ്. കസേര പിടിച്ചിരുത്തരുത്. അങ്ങനെ ഇരുത്താതിരുന്നതിനും ഒരു പ്രത്യേകമായ സ്നേഹവും നന്ദി. നടക്കാനുള്ള ശേഷി ദൈവത്തിന് നന്ദി പറയുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് 3 അധ്യാപകരെ പറ്റി പറയണം. എൻ്റെ വളർച്ചയിൽ ഞാൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും ഈ കലാരംഗത്ത് എന്തെങ്കിലും വെച്ചാൽ സാധിക്കുമെന്ന് എൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകൻ ONV സാറായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ബാലചന്ദ്ര മേനോൻ വിദ്യാർത്ഥി യൂണിയൻ്റെ കോളേജ് യൂണിയൻ്റെ ചെയർമാനും ആർട്സ് ക്ലബിൻ്റെ ഭാരവാഹിയുമൊക്കെ ആയിരുന്ന കാലത്ത് എല്ലാ കലാമത്സരങ്ങളിലും പങ്കെടുക്കുമായിരുന്നു. അദ്ദേഹം പാടും, നാടകമെഴുതും, അഭിനയിക്കും. ഒരു ദിവസം ബാലചന്ദ്ര മേനോൻ ഇവിടെ വന്ന് എന്നെ കണ്ടു. താനൊരു ജേർണലിസ്റ്റ് ആവാൻ പോവുകയാണ്, സിനിമാ രംഗവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുകയുണ്ടായി. അന്ന് ബാലചന്ദ്ര മേനോനെ ഒരു വലിയ നടനോ സംവിധായകനോ ആക്കുന്നതിന് വേണ്ട എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞു, ജേർണലിസം നല്ലതാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരിക്കലും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒറ്റ കമൻറ്റേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, ബാലേന്ദ്രൻ നിങ്ങൾ സിനിമയിൽ എന്തെങ്കിലും ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയിക്കൊള്ളൂ. ഡോണ്ട് ട്രൈ ടു ബിക്കം എൻ അസിസ്റ്റൻറ്റ് റിവ്യൂവർ ബിക്കോസ് യു ആർ നോട്ട് മെയ്ഡ് ഫോർ ദാറ്റ്. ഒരു അസിസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ ഒരാളുടെ കൂടെ പോയി നിന്നാൽ അധികം നാളയാൽ നിങ്ങളെ കൂടെ നിർത്തിയത്. യു വിൽ ബി എ ത്രെറ്റ് ടു ഹിം. സോ ബെറ്റർ ട്രൈ ടു കം ഓൺ യുവർ ഫീറ്റ് എന്നെ ഉപദേശിച്ച കുറുപ്പ് സാറ്, പിന്നെ സാഹിത്യവാദർ M. കൃഷ്ണനാഥ് സാർ. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം അമ്മയാണ് സത്യം അതിന് അവതാരിക എഴുതി എൻ്റെ വീട്ടിൽ കൊണ്ടുതന്ന അധ്യാപകനാണ് അദ്ദേഹം. പിന്നെ വിഷ്ണുനാരായണൻ നമ്പൂതിരി സാർ. ഇത്രയും പേര്
ഇതിൽ കൗതുകത്തോടു കൂടിയൊരു ഭാവി പ്രതീക്ഷിച്ചിട്ടാണ് അവരുടെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അഫ്കോഴ്സ് എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ എല്ലാവരുടെയും എനിക്കങ്ങനൊരു നിരാശ തോന്നുന്ന ഒരു നിമിഷം പോലും യൂണിവേഴ്സിറ്റി കോളേജ് അതർ ദാൻ ദ 10th ക്ലാസ് ഡിഗ്രി ഇൻ ജിയോളജി ഒഴിച്ചാൽ ബാക്കി ഐ വാസ് വെരി ഹാപ്പി. അപ്പോൾ ഇന്ന് ജിയോളജി എന്നെ അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ജിയോളജിയെ പറ്റി ഒന്നും പറയാൻ സാധിക്കാത്തതുകൊണ്ടും പിന്നെ അധ്യാപകരെ അതുമായി ബന്ധപ്പെട്ട എല്ലാവരും ഈ സ്ത്രീക്ക് കൈ രാമസ്വാമിയൊക്കെ ഇല്ലെങ്കിൽ ഞാൻ ഗോവയിൽ സ്റ്റഡി ടൂറിന് കൊണ്ടുപോയി. സ്റ്റഡി ടൂറിന് കൊണ്ടുപോയിട്ട് കടപ്പുറത്തൊക്കെ പോയിട്ട് കല്ല് പെറുക്കാൻ പറഞ്ഞാൽ രാമസ്വാമി പെറുക്കും. അപ്പം ഞാൻ പറയും സ്വാമി പറഞ്ഞാൽ എനിക്ക് സ്പെയർ പെറുക്കിക്കോളാൻ പറയും. പുള്ളി എഴുതുന്നാൽ മതി, നമുക്കറിയത്തില്ല എങ്ങനെയോ ഞാൻ പെട്ടുപോയി. അതാ സയൻസ് ഓഫ് എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ ജീവിക്കുന്ന മുഴുവൻ പിന്നെ ഇതിൻ്റെ തല മണ്ണാങ്കട്ടയാണല്ലോ പണ്ട് സാറ് ചോദിച്ചു മാത്രമേ പറയുന്നത്. അതായിരിക്കും ഒരുപക്ഷെ ജിയോളജി തന്ന് ചേരാനുള്ള കാരണമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരാനും ഞാനിപ്പോൾ കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തീരെ സമയമില്ലാന്ന്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്നോ രണ്ടോ ചോദ്യം എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിർബന്ധമില്ല. ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധ്യത കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ സമ്മതത്തോടെ പോകുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജ് നഗരത്തിൽ വരാനും നിങ്ങളുടെ അടുത്ത് സ്വീകരിക്കാനും സാധിച്ച ഒരു ഫുൾ ഹൗസ് വീണ്ടും ഇവിടെ ഈ കോളേജിൽ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി.